നമസ്കാരം, താമര ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഡ്രൈ സ്പൈസ് ഗ്രൈൻഡേഴ്സിനെ കുറിച്ചാണ്. എന്താണ് ഈ ഡ്രൈ സ്പൈസ് ഗ്രൈൻഡേഴ്സ് ചെയ്യുന്നത്? അത് മുഴുവനായിട്ടുള്ള മസാലകൾ, അത് മല്ലി, മുളക്, മഞ്ഞൾ, കുരുമുളക്, അല്ലെങ്കിൽ കരയാമ്പൂ, കറുവാപ്പട്ട, ഏലക്കായ തുടങ്ങിയ മസാലകളെ നന്നായി പൊടിച്ചു തരും. അതുകൂടാതെ കോഫി ബീൻസിനെയും പെട്ടെന്ന് ഇൻസ്റ്റന്റ് കോഫി ഉണ്ടാക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ ഫിൽട്ടർ കോഫി ഉണ്ടാക്കാൻ പാകത്തിന് പൊടിച്ചു തരും. പിന്നെ വല്ല ചിയ സീഡ്സോ, റാഗി, അല്ലെങ്കിൽ അരി, ഗോതമ്പ് ഇതൊക്കെ പൊടിച്ചിട്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും, ഇതൊക്കെ തന്നെയല്ലേ ഒരു മിക്സിയിലെ ഡ്രൈ ഗ്രൈൻഡർ ചെയ്യുന്നത്. ഒരു 3 ജാറുള്ള ഒരു മിക്സി വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ ഒന്ന് ചട്നിക്ക്, ഒന്ന് ബ്ലെൻഡർ അല്ലെങ്കിൽ ജ്യൂസർ, പിന്നൊന്ന് വേറൊന്ന് ഡ്രൈ ഗ്രൈൻഡിങ്ങിന് എന്ന് പറഞ്ഞിട്ടൊന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലും കാര്യം നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വേറെ ഒരു ഡ്രൈ ഗ്രൈൻഡർ? എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഒരു സെപ്പറേറ്റ് ഒന്ന് വാങ്ങിക്കാൻ മാത്രം എന്ത് വ്യത്യാസം അല്ലെങ്കിൽ എന്ത് ഗുണമാണ് ഇതിനുള്ളത് എന്നൊരു സംശയം നമുക്ക് ഉണ്ടാവാം. ഇതിന് ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ വേറൊരു ഡ്രൈ ഗ്രൈൻഡർ വാങ്ങിക്കുമ്പോൾ. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടുതൽ ശക്തിയുള്ള മോട്ടോറായിരിക്കും, കൂടുതൽ ഷാർപ്പായ ബ്ലേഡ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ വളരെ ഫൈനായി സാധനങ്ങൾ പൊടിച്ചു കിട്ടും. ഈ ഒരേ ഒരു വ്യത്യാസം തന്നെയേ ഉള്ളൂ. അപ്പൊ ഈ ഒരേ ഒരു വ്യത്യാസം തന്നെ ഉള്ളെങ്കിൽ പിന്നെ എന്തിനാ അതിന് പോകേണ്ട ആവശ്യം? ഇത് മിക്സിയുടെ ജാറ് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ആദ്യം അത് ഗ്രൈൻഡ് ചെയ്യുക, പിന്നെ അത് അരിച്ചെടുക്കുക, പിന്നെ അതിൽ വരുന്ന ആ തരികൾ ഒന്നോ രണ്ടോ പ്രാവശ്യം വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് നല്ല പൊടി കിട്ടുമല്ലോ എന്ന് നമുക്ക് തോന്നും, അല്ലേ? അപ്പോൾ ആർക്കാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്, എപ്പോഴാണ് നമ്മളൊരു റിയൽ ഡ്രൈ സ്പൈസ് ഗ്രൈൻഡർ യൂസ് ചെയ്യേണ്ട ആവശ്യം എന്ന് നമുക്ക് നോക്കാം. പണ്ട് തൊട്ടേ ഈ എല്ലാത്തരം സ്പൈസസും മുഴുവനായും മാർക്കറ്റിൽ നിന്ന് വാങ്ങി അത് കഴുകി നന്നായി വെയിലത്ത് വെച്ച് ഉണക്കി അത് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച് ശീലമുള്ള ആൾക്കാർക്ക് ഇപ്പോഴും അതേ ശീലം തന്നെ തുടരണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. എന്നാൽ പണ്ടത്തെ അത്ര തന്നെ മെമ്പേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരു ലാർജ് ക്വാണ്ടിറ്റി ആയിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കാനുള്ള അത്രയും സാധനങ്ങളുടെ ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ മിൽ ഓണേഴ്സ് സമ്മതിക്കില്ല ഇത്രയും കുറവ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ. എന്നാൽ അവർക്ക് അവരുടെ ഹാബിറ്റ് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. എന്നാൽ മെമ്പേഴ്സ് കുറവായതുകൊണ്ട് മില്ലിൽ കൊണ്ടുപോകാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഡ്രൈ ഗ്രൈൻഡർ വാങ്ങിക്കുകയാണെങ്കിൽ അത് ഉപകാരപ്പെടും. രണ്ടാമത്തത്, നിങ്ങൾക്ക് അങ്ങനത്തെ ശീലമൊന്നുമില്ല, പക്ഷെ ഇപ്പോൾ പലയിടത്തും വാട്സപ്പിലും പല പേപ്പറിലും മാഗസിനിലൊക്കെ വായിച്ചിട്ട് ഈ പൊടിച്ചിട്ട് റെഡിമെയ്ഡായി കിട്ടുന്ന സാധനങ്ങളിൽ പ്യൂരിറ്റി കുറവാണ്, അതിൽ അവർ പലതും ചേർക്കുന്നുണ്ടാവാം എന്നൊക്കെയുള്ള ആ ഒരു സംശയത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഭയത്തിൽ നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഇനി തൊട്ടിട്ട് എല്ലാ മസാലകളും അരിപ്പൊടിയും ആട്ടയും ഒക്കെ വീട്ടിൽ പൊടിപ്പിച്ചാൽ മതി എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്. അങ്ങനത്തെവർക്കും ഇത് ഉപകാരമാകും. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടര്, അവർക്ക് ഇതൊരു ഹാബിറ്റോ അല്ലെങ്കിൽ മായം കലർത്തുന്നു എന്നുള്ള പേടിയോ അല്ല, പക്ഷെ എല്ലാ സാധനങ്ങളും ഫ്രഷ് ആയിട്ട് അതിൻ്റെ ഒരു ഫ്ലേവറും അരോമയും ഒന്നും പോവാതെ എല്ലാ മസാലകളും ഉപയോഗിക്കണം എന്ന ആഗ്രഹമുള്ളൊരു കൂട്ടരാണെങ്കിലും ഈ ഡ്രൈ ഗ്രൈൻഡർ യൂസ്ഫുൾ ആണ്. നിങ്ങളുടെ പറമ്പിൽ നിന്ന് തന്നെ ഈ കുരുമുളകും മഞ്ഞളും ഏലക്കായും അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വീട്ടിൽ തന്നെ ഉണക്കിപ്പൊടിച്ച് ഉപയോഗിക്കേണ്ടി വരും. അപ്പോഴും ഇത് യൂസ്ഫുൾ ആണ്. പിന്നൊന്ന്, നിങ്ങൾക്ക് എത്ര ആഗ്രഹങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ ശീലങ്ങളാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന ചുറ്റുപാടനുസരിച്ച് ഈ വക സാധനങ്ങളൊക്കെ കഴുകി ഉണക്കാനുള്ള സമയം, സ്ഥലം, സൗകര്യം, അതായത് സൺലൈറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു വെച്ചാൽ അത് നിങ്ങൾക്ക് ശരിക്കും ഉപയോഗിക്കാം. കാരണം ഒരു മിക്സിയിൽ നമുക്ക് എന്തായാലും എല്ലാവരുടെ വീട്ടിലൊരു മിക്സിയൊക്കെ കാണും. പക്ഷെ ഇത് നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കുന്ന ഒരു സാധനമാകുമ്പോൾ അതിനനുസരിച്ച് അത് ഉപയോഗിക്കാനുള്ള ചുറ്റുപാട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സമയവും സ്ഥലവും സൗകര്യമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഓർക്കുക. കാരണം എത്രയായാലും ഇതൊരു സെപ്പറേറ്റ് ഒരു അപ്ലയൻസ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം നമുക്ക് കിച്ചണിൽ കൊടുക്കണം. ഇത് അത്ര വലിയ സാധനമൊന്നുമല്ല, വളരെ കുറച്ച് സ്ഥലം എടുക്കൂ എങ്കിൽ പോലും. പിന്നെ നമ്മളിത് പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത്. ഇത് ഉപയോഗിക്കുക, അതിനുശേഷം വൃത്തിയാക്കി വെക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള നമ്മുടെ എനർജി, എഫേർട്സ്
സമയം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ശരിക്കും ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിനു വേണ്ടി പോകാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളതും കൂടെ കേൾക്കുന്നത് നന്നായിരിക്കും. കാരണം ഇത് വാങ്ങിക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ബ്രാൻഡുകളുണ്ട്, എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പ്രൈസ് റേഞ്ച്, പിന്നെ ഏതൊക്കെ മോഡലുകളാണ്, അതിന് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പ്രത്യേകതകൾ എന്താണ് എന്നൊക്കെ അറിയാൻ ഇത് ബാക്കിയുള്ളതും കൂടെ കേട്ടിരിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളൊരു ഡ്രൈ ഗ്രൈൻഡർ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ മോട്ടോർ പവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തുമാത്രം ഗ്രൈൻഡിങ് അതിൽ ചെയ്യാൻ പോകുന്നുണ്ടതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അതിനനുസരിച്ചും നിങ്ങളുടെ ബജറ്റിനനുസരിച്ചും ഉള്ള ഉയർന്നതോ താഴ്ന്നതോ ആയ വാട്ട്സ് ഉള്ള അല്ലെങ്കിൽ മോട്ടോർ പവർ ഉള്ള ഒരു മെഷീന് വേണ്ടി പോവുക. രണ്ടാമത്തതായി, ഇതൊരു സെപ്പറേറ്റ് മെഷീനാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു മിക്സിയിൽ പൊടിക്കുന്നതിനേക്കാളും ഒക്കെ കുറേ കൂടുതൽ ക്വാണ്ടിറ്റി പൊടിക്കാൻ പറ്റുന്നൊന്നും വിചാരിക്കരുത്. വളരെ കുറവ് ക്വാണ്ടിറ്റി തന്നെയേ പറ്റുള്ളൂ. പക്ഷെ കൂടുതൽ ഫൈനായിട്ട് വളരെ ചെറിയ സമയത്തിനുള്ളിൽ പൊടിച്ചു കിട്ടുമെന്നേ ഉള്ളൂ. അതായത് 50 ഗ്രാം തൊട്ട് 2 കിലോ വരെ പൊടിക്കുന്ന മെഷീനുകളുണ്ട്. അത് ഞാൻ കൂടുതലായിട്ട് വിവിധ മോഡലുകളെ പറ്റി പറയുമ്പോൾ വിശദീകരിക്കാം. പിന്നെ ബ്ലേഡ് ക്വാളിറ്റി അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കണം, നല്ല ഷാർപ്പായിരിക്കണം. പിന്നെ ജാർസ് അപൂർവം ചില മോഡലുകളിൽ മാത്രം ഒരു അത് ആ ബിഗിനിങ് ഇതിലുള്ള കുറച്ച് ലോവർ റേഞ്ചിലുള്ള ചില മോഡലുകൾ വെറ്റ് ഗ്രൈൻഡിങ്ങിന്റെ ഓപ്ഷനും കൂടി തരുന്നുണ്ട്. നിങ്ങൾ അതിനുള്ള ആ ഓപ്ഷനുള്ള ഒരു മെഷീനാണ് വേണ്ടി പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ജാറ് റിമൂവബിൾ ആണോ എന്ന് നോക്കണം. റിമൂവ് ചെയ്ത് കഴുകി ഉണക്കി തിരിച്ചു വെക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. ഡ്രൈ ആണെങ്കിൽ ആ പ്രശ്നം വരുന്നില്ല. മിക്ക മെഷീനുകളും റിമൂവ് ചെയ്യാൻ പറ്റാത്ത ജാറോട് കൂടിയാണ് വരുന്നത്. ഗ്രൈൻഡിങ് ജാർസ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഉണ്ടാക്കിയതാണെന്നും അതിനൊരു ഇന്റർലോക്കിംഗ് ലിഡ് ഉണ്ടെന്നും കൂടി ഉറപ്പുവരുത്തുക. ഇനി ഏതൊക്കെ മോഡലുകളാണുള്ളത് നോക്കാം. പ്രധാനമായിട്ട് നമുക്ക് 4 കാറ്റഗറിയിൽ പറയാം. ഒന്നാമത്തത് വളരെ ചെറിയ വിലയ്ക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിമ ജപ്പാൻ, നിമ അങ്ങനത്തെ ഒരു പേര് പറഞ്ഞിട്ട് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും 500 to 800 ഉള്ളിലാണ് അതിന്റെ വില. പക്ഷെ അതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. വളരെ കുറവ് വിലയാണ്. അതിൽ വെറ്റ് ഗ്രൈൻഡിങ്ങും പറ്റും, ഡ്രൈ ഗ്രൈൻഡിങ്ങും പറ്റും. പക്ഷെ എത്ര കാലത്തോളം നിലനിൽക്കും, എത്രത്തോളം ഗുണമുണ്ട്, എത്ര ഫൈനായിട്ട് ഇത് പൊടിച്ചു കിട്ടും എന്നുള്ളതിന് യാതൊരു ഉറപ്പോ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റില്ല. ചിലപ്പോൾ വാങ്ങിച്ച് ഒരു മാസത്തിനുള്ളിൽ നാശമായി എന്ന് വരാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് ഒരു കൊല്ലം വരെ നിന്നൊന്നും വരാം. അടുത്ത കാറ്റഗറി നമുക്കെല്ലാം വളരെ കേട്ടുപരിചയമുള്ള ബ്രാൻഡുകളിൽ വരുന്ന ഒരു ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാവുന്ന മോഡലാണ്. അത് പ്രധാനമായും ഉഷ, പ്രസ്റ്റീജ്, ഗ്ലെൻ, പ്രീമിയർ എന്നീ കമ്പനികളാണ് പുറത്തിറക്കുന്നത്. അവയ്ക്ക് ഒരു 220 തൊട്ടിട്ട് ഒരു 500 വാട്ട്സ് വരെയാണ് മോട്ടോർ കപ്പാസിറ്റി, മോട്ടോർ പവർ ഉള്ളത്. വില ഒരു 1800 തൊട്ട് 2600 വരെ. അതിലെല്ലാറ്റിലും ഡ്രൈ ആൻഡ് വെറ്റ് ഗ്രൈൻഡിങ്ങിനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. 1 ഇയർ വാറണ്ടി ഉണ്ട്. എല്ലാറ്റിനും ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡിറ്റാച്ചബിൾ ജാറാണ്. പിന്നെ അതിൽ ഗ്രൈൻഡ് ചെയ്യാവുന്ന സാധനത്തിന്റെ കപ്പാസിറ്റി 50 ഗ്രാം തൊട്ട് 75 ഗ്രാം വരെയാണ്. മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് ഒരു കംപ്ലീറ്റ് മില്ലർ ആൻഡ് മിക്സർ ആണ്. അതായത് നിങ്ങൾക്കൊരു പുതിയ മിക്സി വാങ്ങിക്കാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷനെ പറ്റി ആലോചിക്കാവുന്നതാണ്. ഇതിലൊരു സാധാരണ മിക്സി വിത്ത് 3 ജാർസ്, അതായത് ആ മിക്സർ, ഗ്രൈൻഡർ, ബ്ലെൻഡർ എന്ന് പറയുന്നത് പോലെ 3 ജാർസ് കൂടാതെ എക്സ്ക്ലൂസീവ്ലി ഫോർ ഡ്രൈ ഗ്രൈൻഡിങ്ങിന് വേണ്ടിയിട്ട് വട്ടത്തിൽ പരന്നിട്ട് ഒരു സെപ്പറേറ്റ് അറ്റാച്ച്മെന്റും കൂടെ കിട്ടുന്നുണ്ട്. ഇത് പ്രവർത്തിപ്പിക്കുന്ന രീതി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ നിങ്ങൾക്ക് വളരെ പ്യുവറായ നല്ലൊരു ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും സാധനങ്ങൾ പൊടിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. കാരണം ഇതിൽ നമ്മൾ പുറത്ത് സാധാരണ ഫ്ലവർ മില്ലുകളിൽ കാണുന്ന പോലെ അരിപ്പയും പിന്നെ ഈ പൊടിച്ച സാധനങ്ങൾ അരിപ്പയിലൂടെ വന്ന് ഒരു ബാഗിലൂടെ പുറത്തേക്ക് വന്ന് ഒരു കണ്ടെയ്നറിൽ കളക്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രവർത്തനങ്ങളുണ്ട് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ. പക്ഷെ ഇതൊരു കംപ്ലീറ്റ് പാക്കേജാണ്. നിങ്ങൾക്ക് എല്ലാ ആവശ്യങ്ങളും ഇതോടുകൂടി നടക്കും. നാലാമത്തെ കാറ്റഗറി ഹാവെൽസിന്റെ ഒരു പുതിയ മോഡലാണ്. ഇത് സ്റ്റോൺ ബേസ്ഡ് ആണ്, ഈ ബ്ലേഡ്സ് ഉപയോഗിച്ചിട്ടല്ല. അതുകൊണ്ട് തന്നെ ആ മോട്ടോർ അല്ലെങ്കിൽ മെഷീൻ
ചൂടാകുന്നില്ല. ഇതിന് 400 വാട്ട്സ് ആണ് ടേബിൾ ടോപ്പായിട്ട് യൂസ് ചെയ്യാം. 19,000 രൂപ വിലയുണ്ട്. ഇതിൽ വെറ്റും ഡ്രൈയും രണ്ട് കാര്യങ്ങളും സ്റ്റോൺ ബേസ്ഡ് ആയിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കാം. ഇനി അഞ്ചാമത്തെയും അവസാനത്തെയും കാറ്റഗറിയിൽ വരുന്നത് ലാർജ് സ്കെയിൽ നിങ്ങൾക്ക് ഡ്രൈ ഗ്രൈൻഡിങ് ചെയ്യേണ്ട ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കേണ്ട മെഷീനുകളാണ്. നിങ്ങൾക്ക് സ്വന്തം കാർഷിക വിളകളായി വളരെയധികം ഉണ്ടെങ്കിൽ അത് തുടർച്ചയായി ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം കൊമേഴ്ഷ്യൽ ഗ്രൈൻഡേഴ്സിന് വേണ്ടി പോകുന്നതായിരിക്കും ഉത്തമം. അതിൻ്റെ മോട്ടോർ പവർ ഒരു 1000 വാട്ട്സ് തൊട്ട് 2800 വാട്ട്സ് വരെയുള്ളത് വരുന്നുണ്ട്. അതിൽ ഗ്രൈൻഡ് ചെയ്യാവുന്ന സാധനങ്ങളുടെ കപ്പാസിറ്റി 200 ഗ്രാം തൊട്ട് 2 കിലോ വരെയാണ്. വില ഒരു 7000 തൊട്ടിട്ട് 7200 7000 ആ ഒരു റേഞ്ച് തൊട്ടിട്ട് 20,000 വരെ വില വരും. പ്രധാന ബ്രാൻഡുകൾ ഇംപീരിയം, വിശ്വാസ് ഓയിൽ, ഓയിൽ മേക്കർ, സൗഭാഗ്യ എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ലീഡിംഗ് ബ്രാൻഡുകളുള്ളത്. ഡ്രൈ സ്പൈസ് ആൻഡ് കോഫി ഗ്രൈൻഡേഴ്സിനെ കുറിച്ചുള്ള അത്യാവശ്യ വിവരങ്ങൾ ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു പ്രൊഡക്റ്റുമായി വേറൊരു വീഡിയോയിൽ കാണാം.